ഫ്രണ്ട്സ്, കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിലേക്കും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിലേക്കായിട്ടുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതിലേക്ക് വിളിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി, അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ ജൂനിയർ ക്ലർക്ക്, അതുപോലെ സെക്രട്ടറി, അതുപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയിട്ടുള്ള വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇതൊരിക്കലും നമ്മൾ PSC വഴി അല്ല അപ്ലൈ ചെയ്യേണ്ടത്, പെർമനന്റ് വേക്കൻസിയാണ്. കേരള സർക്കാർ വേക്കൻസി തന്നെയാണ്, PSC വഴി അല്ല എന്നുള്ളതാണ്. ഇത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം ഈ പറയുന്ന നമ്മുടെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ഇതിലേക്ക് നമുക്ക് SSLC മുതൽ ഡിഗ്രി ഒക്കെ വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വിവിധ ഡിപ്ലോമ കഴിഞ്ഞ് അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, നമുക്ക് 5 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നോട്ടിഫിക്കേഷനിലും കോമൺ ആയിട്ടുള്ള കാര്യം ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഓരോ പോസ്റ്റിൻ്റെയും വിദ്യാഭ്യാസ യോഗ്യതയാണ്. അപ്പോൾ ഓരോ നോട്ടിഫിക്കേഷൻ നമുക്ക് എടുത്ത് നോക്കാം. ആദ്യത്തെ നമ്മൾ നോക്കുന്നത് ആദ്യം ഓർഡറിൽ തന്നെ ഇങ്ങനെ നോക്കാം. കറക്റ്റ് ഞാനിപ്പം ടാബ് ഓപ്പൺ ചെയ്ത് വെച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വിജ്ഞാപന തീയതിയൊക്കെ എല്ലാത്തിൻ്റെയും സെയിം ആണ്. അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/7/2024 വരെ നിങ്ങൾക്ക് ഈ പറയുന്ന 5 കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ വിജ്ഞാപനം നമ്പർ ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ താഴെ പറയുന്ന സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് എന്താണ് വിദ്യാർത്ഥികളെ വിളിച്ചിരിക്കുന്നതാണ്. നിയമന രീതി നേരിട്ടുള്ളതാണ്. ഇതൊക്കെ കോമൺ ആയുള്ള കാര്യങ്ങളാണ്. ഇനി കാറ്റഗറി നമ്പർ 1/2024 സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നമ്മൾ ആദ്യത്തെ നോക്കുന്നത്. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും വിഷയത്തിലോ ഡിഗ്രിയും അതുപോലെ തന്നെ HDC ആൻഡ് BM എന്ന് പറയുന്ന ആ ഒരു ഡിപ്ലോമ, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം അക്കൗണ്ടൻ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് വേണം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ BSc കോർപ്പറേഷൻ ബാങ്കിങ് കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് MCOM വിത്ത് ഫൈനാൻസ് മെയിൻ സബ്ജക്റ്റായിട്ട് MCOM കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓക്കെ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, ഇനി BCom കോർപ്പറേഷൻ കഴിഞ്ഞവർക്കും എന്താണ് ഈ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് പഠിച്ച അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവർക്കും 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് വേണം. ഒഴിവുകളുടെ എണ്ണം, അതായത് സംഘത്തിൻ്റെ പേരും ഒഴിവുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശമ്പള സ്കെയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാൻ പറ്റും കേട്ടോ. 29,500 മുതൽ 69,250 ആണ്. അപ്പോൾ ഒഴിവുകളുടെ എണ്ണം നിങ്ങൾക്ക് കാണാം. അരുവിക്കര അവ നമുക്ക് വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒഴിവുകൾ വളരെ കുറച്ച് 2 കാറ്റഗറി ആയിട്ട് നമുക്കിവിടെ കാണാം. ഒന്ന് അരുവിക്കരയും ഒന്ന് കണ്ണൂർ ജില്ലയിലാണ് പറയുന്നത് കേട്ടോ. സെക്രട്ടറി, ജനറൽ, അങ്ങനെ 2 വേക്കൻസികളും കൂടെ കാണാൻ പറ്റും കേട്ടോ. ഇത് ജനറലാണ് വേക്കൻസി, കാറ്റഗറി ഇവിടെ മെൻഷൻ ചെയ്യും കേട്ടോ. ജനറൽ വേക്കൻസിയാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾ പ്രായപരിധി എന്ന് പറയുന്നത് 18 to 40 ആണ്. അതെല്ലാ പോസ്റ്റിലും അങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ ഡാറ്റ എൻട്രി വേക്കൻസിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഡാറ്റ എൻട്രിയുടെ വിജ്ഞാപന നമ്പർ കൂടെ കാണാം. 5/2024 ആണ്. ഇതിൻ്റെ ഡേറ്റ് ഒക്കെ സെയിം തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാറ്റഗറി നമ്പർ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുണ്ടെങ്കിൽ, ജസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് മാത്രം പോരട്ടോ, അതിൻ്റെ കൂടെ ഒരു കാര്യം പാടെ വേണം, നിങ്ങൾ ശ്രദ്ധിക്കുക. കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് നമ്മൾ പാസ്സായിരിക്കണം. അപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒരു ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റ് കോഴ്സും കൂടെ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇനി നിങ്ങളിപ്പം അടുത്ത വർഷം ഇത് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സർവീസ് സഹകരണ സംഘത്തിലേക്കൊക്കെ എന്താണ് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഡാറ്റ എൻട്രി കോഴ്സ് നിങ്ങൾ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബിരുദം അതെ, പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് ഡാറ്റ എൻട്രി കോഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് കൂടാതെ 1 വർഷത്തെ ഒരു പ്രവൃത്തി പരിചയം, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരു പ്രവൃത്തി പരിചയം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഈ 3 കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സംഘത്തിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൽ വേക്കൻസികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒന്ന് ജനറലാണ് വേക്കൻസി. 16,890 മുതൽ നിങ്ങൾക്ക് 43,660 ഇതിൻ്റെ പേ സ്കെയിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ 1, 3 അങ്ങനെ ആകെ മൊത്തം 4 വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ചില ഇയറിലൊക്കെ വേക്കൻസിയൊക്കെ കൂടും കുറേയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ നോക്കണ്ട, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി ഓർ ചീഫ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ആണ് കേട്ടോ. അതിൻ്റെ സെയിം ഡേറ്റ് തന്നെയാണ്, എല്ലാത്തിനും സെയിം ഡേറ്റ് തന്നെയാണ് വരിക. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം. എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു ബിരുദം നമുക്കുണ്ടായിരിക്കണം. അത് ഏതെങ്കിലും വിഷയത്തിൽ 50%, മിനിമം 50% ആ ഒരു പെർസെൻറ്റേജിൽ നമുക്കൊരു ബിരുദം ഉണ്ടായിരിക്കണം. അത് മാത്രം പോരാ, അതിന് കൂടെ നമുക്ക് സഹകരണ ഹയർ ഡിപ്ലോമ, അതായത് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC BM. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ ഒരു ബിരുദം 50% മാർക്കോട് ഒരു ബിരുദവും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC BM എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് കേട്ടോ. ഓക്കെ, ഒരു ഡിപ്ലോമ കോഴ്സാണ് HDC അല്ലെങ്കിൽ നിങ്ങൾക്ക് HDC ആൻഡ് BM എന്ന് പറയുന്ന കോഴ്സ്. ഓക്കെ,
അതായത് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി കേരള സർക്കാരിൻ്റെ അല്ല, നിങ്ങൾക്ക് എന്താണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDCO അല്ലെങ്കിൽ HDCM കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ പറയുന്ന ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അത് പൂർത്തിയാക്കിയവർക്കും ഇതിലേക്ക് അപ്ലൈ കേട്ടോ. അതെങ്കിൽ 50% മാർക്കിൽ ബിരുദവും പ്ലസ് നിങ്ങൾക്ക് ഈ പറയുന്ന സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കഴിഞ്ഞവർക്ക് കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ ഡിപ്ലോമയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് നമ്മൾ BSc അല്ലെങ്കിൽ MSc അതായത് സഹകരണം ആൻഡ് ബാങ്കിങ്, അതായത് ഈ പറയുന്ന കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് നമ്മൾ BSc സഹകരണം ആൻഡ് ബാങ്കിങ്ങിലോ അല്ലെങ്കിൽ അതായത് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിലോ അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിലോ നിങ്ങൾക്ക് MScയും അല്ലെങ്കിൽ BScയോ ഏതെങ്കിലും ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഡയറക്റ്റായിട്ട് മറ്റ് ഡിപ്ലോമയോ കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് നിങ്ങൾക്ക് BSc എന്താണ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിലോ അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ബാങ്കിങ്ങിലോ നിങ്ങൾ ഈ പറയുന്ന പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഈ PG ആണെങ്കിൽ MSc ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. വേറെ യാതൊരു ഡിപ്ലോമ കാര്യങ്ങൾ വേണ്ട. ഇനി അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛിക വിഷയമായി എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാതെ BCom ബിരുദം കഴിഞ്ഞവർക്കും, അതായത് BCom എടുത്ത് പഠിച്ച് അത് BComൽ എന്താണ് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് നമ്മൾ എന്താണ് കോർപ്പറേഷൻ നമ്മളൊരു ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 50% മാർക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഒഴിവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ സംഘത്തിൻ്റെ പേര് നോക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള സംഘത്തിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്നിലധികം സംഘത്തിലേക്ക് ഒരു ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ഒഴിവുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ജനറലാണോ SC OBC അങ്ങനെ അതിൻ്റെ ഒക്കെ ഇവിടെ കാണും കേട്ടോ. അതൊക്കെ ജനറലാണ് വന്നിരിക്കുന്നത് വേക്കൻസി. അപ്പോൾ ആർക്കും ആണെങ്കിലും അതിലേക്ക് ഏത് കാറ്റഗറിയിലേക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രായപരിധിയൊക്കെ ഞാൻ ലാസ്റ്റ് പറയട്ടെ. അത് കോമൺ ആണ് എല്ലാ പോസ്റ്റിനും. അടുത്ത് നമ്മൾ നോക്കുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇവിടെ കാണാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ IT ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ MCA കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി MSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ITയോ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ITയിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ നിങ്ങൾക്ക് എന്താണ് BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി MCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. MSc കമ്പ്യൂട്ടർ സയൻസോ ITയോ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇൻസ്റ്റാളിങ് കോൺഫിഗറേഷൻ ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ ബന്ധപ്പെട്ട് ഈ പറയുന്ന ലിനക്സ് യുണിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ കേട്ടോ. ഇതിൻ്റെയും വേക്കൻസികളൂടെ കൊടുത്തിട്ടുണ്ട്, പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതും ഫീസും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. ഇനി ലാസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് വേക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം. അതായത് ഇതിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമുക്ക് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒന്നാമത്തെ അടിസ്ഥാന യോഗ്യത. അതിൻ്റെ കൂടെ നമുക്ക് സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അതായത് JDC എന്ന് പറയും. JDC നമ്മൾ കഴിഞ്ഞിരിക്കണം. ഓക്കെ, ഇതുള്ളവർക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ബേസിക് ആയിട്ട് വേറെ ക്വാളിഫിക്കേഷനും വേണ്ട, ഇത് മാത്രം മതി, എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി ഇതില്ലാത്തവർക്കും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത, ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ നിങ്ങൾ ഈ കാസർഗോഡ് ഉള്ളവർക്ക് ഒരു ഓപ്ഷൻ ഇതിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിൽ നിങ്ങൾ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷ നൽകുന്നതിന് നിങ്ങൾക്ക് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് അതായത് GDC എന്ന് പറയും. ഓക്കെ, GDC അതായത് കർണാടക സംസ്ഥാനത്തിൻ്റെ സഹകരണ ഫെഡറേഷൻ നടത്തുന്ന GDC കോഴ്സ് കഴിഞ്ഞവർക്കും JDC അല്ല GDC കോഴ്സ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. SSLC GDC ഉണ്ടെങ്കിൽ കാസർഗോഡുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ള കണ്ടീഷൻ പറയുന്നുണ്ട് കേട്ടോ. അത് ഈ പറയുന്ന കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ഈ പറയുന്ന JDCക്ക് തുല്യമാണെന്നുള്ള ഇവിടെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി കൂടാതെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം, നിങ്ങൾ ഈ പറയുന്ന സഹകരണം ഒരു ഐച്ഛിക വിഷയമായി എടുത്ത് BCom ബിരുദം കംപ്ലീറ്റ് ആയവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് BCom നമ്മൾ പഠിച്ചിട്ടുണ്ട്, BComൽ നമ്മൾ കോർപ്പറേഷൻ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, വേറെ യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി അതുമല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും നിങ്ങൾ ചെയ്തവരാണെങ്കിൽ അങ്ങനെയും ഉള്ളവർക്കും എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഈ പറയുന്ന കേരള സംസ്ഥാനമാണെങ്കിൽ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM കഴിഞ്ഞ അത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഒരു ഏതെങ്കിലും ഡിഗ്രി മതി, പ്ലസ് നിങ്ങൾക്ക് എന്താണ് കേരള സംസ്ഥാനത്തിൻ്റെ HDC അല്ലെങ്കിൽ നിങ്ങൾക്ക് HDC ആൻഡ് BM കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നാഷണൽ കൗൺസിലാണെങ്കിൽ നിങ്ങൾക്ക് HDC ആൻഡ്
അല്ലെങ്കിൽ ഈ പറയുന്ന HDCM കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും മതി. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് നമ്മൾ BSc സഹകരണം ആൻഡ് ബാങ്കിങ്ങിൽ എന്താണ് നിങ്ങൾക്ക് ബിരുദമുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഈ പറഞ്ഞ രീതിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും പാടെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ അതിന് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ സംഘത്തിൻ്റെ പേര് കാണാം, ഇതിൽ കാണാം ഈ പറയുന്ന പാലോട് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ക്ലിപ്പ് എന്നതും കൂടെ കാണാൻ പറ്റും. 2 വേക്കൻസിയാണ്, ജനറൽ 2 വേക്കൻസിയാണ്, അത് ജനറൽ വേക്കൻസിയാണ്. അപ്പോൾ ജനറൽ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൽ എനിക്ക് അല്ലാത്ത വേക്കൻസി ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, SC/ST ഒക്കെ വേക്കൻസി ഇതിലുണ്ട്, SC/ST കൂടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് വേക്കൻസികളുണ്ട് കേട്ടോ. ഇങ്ങനെ ആകെ മൊത്തം എന്താണ് 200 മുകളിലുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എത്ര ബാങ്കിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സമീപത്തുള്ള ബാങ്കുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. വിവിധ ജില്ലകളുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് പറയാൻ പോകുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് വഴി നമ്മൾ പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 14/5 മുതൽ നിങ്ങൾക്ക് ഇത് അവിടെ കാണാം 2/7/2024 വരെയാണ് ഇതിൻ്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ്. ടോട്ടൽ 207 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് 150 രൂപയാണ്. അതായത് റിസർവേഷൻ ഒന്നും ഇല്ലാതെ SC/ST അല്ലാത്ത കാൻഡിഡേറ്റ്സ് എല്ലാവരും എന്ത് ചെയ്യണം, ഒരു അപേക്ഷയ്ക്ക് 150 രൂപയാണ് വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നിലധികം സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഒന്നിലധികം സഹകരണ ബാങ്ക് അല്ലെങ്കിൽ സഹകരണ സംഘത്തിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നീട് വരുന്ന ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾ 50 രൂപ കൊടുത്താൽ മതി. 150 കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാനൊന്ന് എഴുതിയിട്ട് പറയാം, നിങ്ങൾക്കിവിടെ കാണാം, ജസ്റ്റ് കാണിക്കാം. അതായത് ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി എന്താണ് ആദ്യം അപ്ലൈ ചെയ്യുന്നതിന്, ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് 150 രൂപയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, SC/ST കാൻഡിഡേറ്റ്സിന് എന്ത് വേണ്ട, വേറെ ചാർജാണ് വരുന്നത്, ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവരുടെ കാര്യമാണ് 150 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് RS ഒരു പോസ്റ്റിലേക്ക്. ഇനി ആ സെയിം ഉദ്യോഗാർത്ഥി തന്നെ എന്താണ് ഒരു സംഘത്തിലേക്കാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. 150 ഫസ്റ്റ് കൊടുക്കുമ്പോൾ 150 നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കണം. ഇനി വീണ്ടും ആ സെയിം ഉദ്യോഗാർത്ഥി രണ്ടാമത്തെ സംഘം സെലക്ട് ചെയ്തു, വേറൊരു ബാങ്കിലേക്കും പാടെ അപ്ലൈ ചെയ്യുന്നുണ്ട് സെയിം ക്വാളിഫിക്കേഷൻ വെച്ച്. അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥിക്ക് എന്ത് കൊടുത്താൽ മതി, രണ്ടാമത്തേൽ 50 കൊടുത്താൽ മതി. മൂന്നാമത്തെ സംഘത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും 50. അത് 50 ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പം ഒരു ഉദ്യോഗാർത്ഥി ടോട്ടൽ 4 സംഘത്തിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ആദ്യത്തെ നമ്മൾ 150 കൊടുക്കണം. പിന്നീട് വരുന്നത് നമുക്ക് അപ്പോൾ അതിനൊന്ന് മൈനസ് ആയി, പിന്നെ 3 സംഘത്തിൻ്റെ ആണ് നമ്മൾ 50 കൊടുക്കേണ്ടത്. അപ്പോൾ 3 × 50 എത്രയാണ്, 150. അപ്പോൾ 300 രൂപയാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ഫീ ആയിട്ടുണ്ടാകുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 50 രൂപ കൊടുത്താൽ മതി. ഓക്കെ, ഒരു സംഘത്തിലേക്ക് കൊടുത്താൽ അവർക്ക് 50 രൂപ കൊടുത്താൽ മതി. ഇനി വേറെ അഡീഷണൽ ആയിട്ട് പിന്നെയും കൂട്ടി വേറെ സംഘത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ പ്ലസ് 50 ആഡ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ ഒരു 5 സംഘത്തിലേക്ക് SC/ST കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 250 രൂപ കൊടുത്താൽ മതി. ആ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കണം, 350 കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എല്ലാ പോസ്റ്റിലേക്കും നമുക്ക് മിനിമം ഏജ് 18, മാക്സിമം ഏജ് എന്താണ് 40 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SC/ST OBC ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC/STക്ക് OBCക്ക് ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈസി ടൂൾസ് ആണ് ഇടുക. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. ഓക്കെ, ഈസി ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ രീതിയിൽ നമ്മളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഏജ് കണക്കാക്കുന്നത് 1/1/2024 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഏജ് അറ്റ് ദ ഡേറ്റ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്ക് വേറെ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1/1/2024 നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജനുവരി 2024 ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, അതിൽ 1 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1/1/2024. ഇനി കാൽക്കുലേറ്റ് ഏജ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ഏജ് കറക്റ്റായിട്ട് ഇവിടെ കാണിക്കും. എത്ര മന്തായി, എത്ര ഡേ ആയി എന്നൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും നമ്മൾ ഈ പോസ്റ്റിന് എലിജിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് അതിൻ്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ്. അതിന് മുൻപ് നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ആ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 80 മാർക്കിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ. ആ 80 മാർക്കിൻ്റെ എക്സാമിനേഷനിൽ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 15 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആ 15 മാർക്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് ലഭിക്കും. ബാക്കി 12 മാർക്ക് നമുക്ക് ഇൻ്റർവ്യൂയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ലഭിക്കുക കേട്ടോ. ഓക്കെ,
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ്. അത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ലിങ്ക് തരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരും കേട്ടോ. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആയിട്ട് കാണാൻ പറ്റും, നോട്ടിഫിക്കേഷനൂടെ കാണാം. അപ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷൻ ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ്റെ പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ അതിലൊരു തിരുത്തുണ്ട്. നമുക്കത് ഈ പറയുന്ന ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് നമുക്ക് 21/5/2024. അതിലെന്താണെന്ന് വെച്ചാൽ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് 15/3/2024 വിജ്ഞാന പ്രകാരം ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ തസ്തികയിലേക്ക് ആലപ്പുഴ ജില്ലയിൽ കുമരപുരം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ബാങ്കിൻ്റെ ജനറൽ 2 SC/ST 2 എന്നുള്ള ഒഴിവുകൾ SC/ST തസ്തിക ഒഴിവാക്കി ജനറൽ 4 ആക്കി തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ജനറൽ 2, അതായത് ഈ പറയുന്ന സഹകരണ സംഘത്തിലേക്ക് ജനറൽ 2 SC/ST 2 എന്നായിരുന്നു മുൻപത്തെ വേക്കൻസി. അതെന്താക്കി മാറ്റിയിട്ടുണ്ട്, SC/ST 2 ഒഴിവാക്കിയിട്ട് ജനറൽ, ആ 2 വേക്കൻസിയുടെ ജനറലായിട്ട് തന്നെയാണ് മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു നോട്ടീസ് അതിലുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാണ്. ബാക്കിയുള്ള ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് നമ്മുടെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, നോട്ടിഫിക്കേഷൻ എന്നുള്ള. ഇനി ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനോട് ക്ലിക്ക് ചെയ്യുന്നത് കാണാം, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് അവിടെ കാണാം, കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പം ലോഗിൻ ചെയ്യാനുള്ള പേജാണ് ഈ ലെഫ്റ്റ് സൈഡിലൂടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓൾറെഡി OTR ചെയ്തിട്ടുണ്ടെങ്കിൽ, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഇത് PSC വഴി അല്ല, ഇത് വേറെ തന്നെയാണ്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴിയാണ് ആപ്ലിക്കേഷൻ. ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അവിടെ വൺ ടൈം രജിസ്ട്രേഷൻ കാണാം നിങ്ങൾക്ക്. ആ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. ഇനി ഇതിൽ തന്നെ വളരെ ഷോർട്ടായിട്ട് അതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, പേര്, ആധാർ കാർഡിൽ നമ്മുടെ പേര് എങ്ങനെയാണ് അത് കൊടുക്കാം, അതിനുശേഷം ആധാർ കാർഡിൽ നമ്പർ കൊടുക്കാം, എന്നിട്ട് നമ്മൾ പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഇത് അതർ ID എന്നുള്ള സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് സെലക്ട് ID ടൈപ്പ് ഏതാണ്, വോട്ടർ IDയോ പാൻ കാർഡോ ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കൊടുത്തത്. അതിൽ നമ്മുടെ പേര്, ആധാർ കാർഡാണ് പെട്ടെന്ന് പരിപാടി ചെയ്യും, നിങ്ങളുടെ പേര് കൊടുക്കുക അവിടെ. ഓക്കെ, ദെൻ നിങ്ങൾ ID കാർഡിൻ്റെ നമ്പർ കൊടുക്കാം, ദെൻ നമ്മുടെ ഇമെയിൽ ID കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം, ദെൻ നമ്മളൊരു പാസ്വേഡ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം, ദെൻ കൺഫേം പാസ്വേഡ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ രജിസ്റ്റർ എന്ന് കൊടുക്കാം. ഞാൻ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വെൽക്കം ടു വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൈ പ്രൊഫൈൽ എന്നുള്ള ലിങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ഫോട്ടോ, സിഗ്നേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫോട്ടോ ആണെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, മാക്സിമം സൈസ് 30 KB കൂടെ പറ്റുള്ളൂ, അതിൻ്റെ കൂടുതൽ സൈസ് കൂടാൻ പാടില്ല കേട്ടോ. അതുപോലെ ഡയമെൻഷൻ 150 വിഡ്ത്തും 200 ഹൈറ്റും ആയിരിക്കണം പിക്സൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ ഈസി ടൂൾസിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഫോട്ടോ റീസൈസ് ചെയ്യുന്നു, ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, ഇന്നോ നാളെയായിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ മാക്സിമം 30 KB സിഗ്നേച്ചറും പറ്റുള്ളൂ. ഡയമെൻഷൻ ഇവിടെ പറയുന്നത് 150 വിഡ്ത്തും 100 ഹൈറ്റും ആയിരിക്കണം പിക്സൽ കേട്ടോ. ദെൻ പ്രൊഫൈൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രൊഫൈലിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്രൊഫൈൽ എൻട്രി എന്ന് പറഞ്ഞിട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മൾ പേഴ്സണായുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ ഇംഗ്ലീഷിൽ നമ്മളിവിടെ പേര് കൊടുത്തു, ഇനി മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പേര് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്താലും മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മെയിൽ ഓർ ഫീമെയിൽ ഏതായിരിച്ചാൽ നിങ്ങളത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫാദറിൻ്റെ പേര്, റിലേഷൻഷിപ്പ് ഫാദറാണോ മദറാണോ, ഗാർഡിയൻ്റെ പേര് കൊടുത്തിട്ട് റിലേഷൻഷിപ്പ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക ഗാർഡിയൻ്റെ, ഇനി ആധാർ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, നിർബന്ധമില്ല. കാറ്റഗറി SC/ST OBC ഏതായിരിച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യാം, ജനറൽ ആണെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യാം. റിലീജിയൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യാം. കാസ്റ്റ് നമ്മൾ ജനറൽ ആണെങ്കിൽ കാസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ മതി. ഇനി വേറെ ഇതിൽ ഇല്ല ഏതെങ്കിലും കാസ്റ്റ് ആണെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ എക്സ് സർവീസ്മാൻ ആണോ എന്നാണ് നോ കൊടുക്കുക, ആണെങ്കിൽ യെസ് കൊടുക്കുക. ദെൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണോ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. സംസ്ഥാനം ഇതൊക്കെ സെലക്ട് ചെയ്യുക നമ്മൾ. ഓക്കെ, ബേസിക് ആയ കാര്യങ്ങളാണ്. ലോക്കൽ ബോഡി ഏതായിരിച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുക, കോർപ്പറേഷനാണ്, ഗ്രാമപഞ്ചായത്താണ്, മുനിസിപ്പാലിറ്റി ആണോ ഏതായിരിച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ജില്ല സെലക്ട് ചെയ്യണം അതിൻ്റെ മുന്നേ. ഓക്കെ, താലൂക്ക് സെലക്ട് ചെയ്യണം, ലോക്കൽ ബോഡി സെലക്ട് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഏതാണ് ചോദിച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ വെറുതെ കുറച്ച് സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് കൂടെ കൊടുക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് കറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്നുള്ളത് കൊടുക്കേണ്ടത്. അപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സാണ് നിങ്ങളുടെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെയിം ആസ് ഉള്ള ഓപ്ഷൻ അതിൽ ടിക്ക് ചെയ്താൽ അവിടെ കൊടുത്ത അഡ്രസ്സ് ഇവിടേക്ക് വരും. ഓക്കെ, പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് കോൺടാക്റ്റ് ഫോൺ നമ്പർ വിത്ത് ST കോഡ് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. അതോടൊപ്പം ഓൾട്ടർനേറ്റീവ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വേറെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യാം. ഞാൻ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ മലയാളത്തിലൂടെ പേര്
ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തു. ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യണേ. ഓക്കെ, ജസ്റ്റ് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് കൊടുക്കണം. സബ്മിറ്റ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളെ പ്രൊഫൈലൊക്കെ പ്രിവ്യൂ ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണിക്കും. അത് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആണ്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് മാക്സിമം 30 KB കൂടാൻ പാടില്ല എന്നുള്ള കണ്ടീഷനൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇവിടെ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് വേണം വീണ്ടും ക്ലാരിറ്റി ഇല്ലെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യാം. സിഗ്നേച്ചറും അതുപോലെ 30 KB കൂടാൻ പാടില്ല. ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം, സെലക്ട് ചെയ്യാം, അപ്ലോഡ് സിഗ്നേച്ചർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം സിഗ്നേച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം സിഗ്നേച്ചർ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം, ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് ഇവിടെ കാണാം. നിങ്ങൾക്ക് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളത് എൻ്റർ ചെയ്ത് പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യാം. ക്വാളിഫിക്കേഷൻ ലെവൽ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ആദ്യം നമ്മൾ SSLC കൊടുക്കുക, നിങ്ങൾ 10th ലെവൽ. അപ്പോൾ നിങ്ങൾക്ക് 10th ലെവലിൽ നിന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ അങ്ങനെ എവിടെയെങ്കിലും കൊടുക്കുക കേട്ടോ. 10th ലെവൽ നമുക്ക് ഇവിടെ ഉണ്ട്. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, SSLC നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, SSLC എന്നുള്ളത് കൊടുക്കാം. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും CBSE ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, THSLC ആണെങ്കിൽ അതനുസരിച്ച് കൊടുക്കണം. SSLC എന്ന് കൊടുക്കുന്നു. ദെൻ കോഴ്സ് ടൈപ്പ് ഇവിടെ റെഗുലർ എന്നുള്ളത് കൊടുക്കുക. നമ്മൾ സബ്ജക്റ്റ് ഇവിടെ ജനറൽ എന്നുള്ളത് കൊടുക്കാം. ദെൻ ഇഷ്യൂയിങ് അതോറിറ്റി നിങ്ങൾക്ക് കാണാം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള എന്ന് കാണാം. അത് സെലക്ട് ചെയ്യാൻ. ഇനി പുറത്തുനിന്നാണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കണം കേട്ടോ. രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം നമ്മുടെ SSLCയുടെ. ദെൻ അതിന് ശേഷം പാസ് ഔട്ട് ഇയർ, നമ്മൾ എന്നാണ് പാസ് ഔട്ട് ആയത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് കൊടുക്കണം. ഓക്കെ, ദെൻ പെർസെൻറ്റേജ്. അപ്പോൾ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഏകദേശം ഒരു ശരാശരി പെർസെൻറ്റേജ് കാണാൻ നമ്മുടെ ഈസി ടൂളിൽ തന്നെ നമ്മൾ അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഈസി ടൂൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ശരാശരി പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഒറിജിനലായിട്ട് നമ്മുടെ പെർസെൻറ്റേജ് അറിയണമെങ്കിൽ നമ്മൾ പരീക്ഷാ ഭവനിൽ കോൺടാക്ട് ചെയ്ത് സ്കോർ കാർഡ് വാങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം SSLC 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം കേട്ടോ. ഇവിടെ ഈസി ടൂളിൽ പോയാലാണ് കേട്ടോ അത് കിട്ടുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഇത് കൊടുക്കാം, നിങ്ങളുടെ മാർക്ക്, അതായത് ഗ്രേഡ് ഏതായിരിച്ചാൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് ഗ്രേഡ് അടിച്ചാൽ ഞാൻ എക്സാമ്പിളും കാണിച്ചു തരാം കേട്ടോ. നിങ്ങളുടെ ഗ്രേഡ് നിങ്ങൾ കൊടുക്കാം. എന്നിട്ട് ഇവിടെ എല്ലാ ഗ്രേഡും കൊടുത്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ ഓരോ സബ്ജക്റ്റിൻ്റെ നോക്കട്ടോ. ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ 80%. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമാണ്, അതായത് 80% എന്ന് പറഞ്ഞാൽ 70-ൻ്റെയും 80%-ൻ്റെയും ഇടയിലുള്ളൊരു മാർക്കാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് എടുത്ത് ഒരു 75% കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരിക്കലും റിയൽ ആയിട്ടുള്ള മാർക്ക് അറിയില്ല. ഒരിക്കലും അതിന് ഇപ്പം നിലവിൽ യാതൊരു ക്രൈറ്റീരിയ ഇല്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള മാർക്ക് അറിയണമെങ്കിൽ നമ്മൾ പരീക്ഷാ ഭവനിൽ സ്കോർ കാർഡ് വാങ്ങണം. കാരണം അപ്പോൾ നിങ്ങൾക്കറിയാം A+ എന്ന് പറഞ്ഞാൽ 90-ൻ്റെയും 100-ൻ്റെയും ഇടയിലുള്ള ഒരു പെർസെൻറ്റേജ് ആണ് അത് മീൻ ചെയ്യുന്നത്. അല്ല നമുക്ക് 100% മാർക്ക് എന്നല്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഒരു പെർസെൻറ്റേജ് അറിയുകയും അതിനൊരു ആവറേജ് ആണെങ്കിൽ ഒരു -5 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എന്താണ് നിങ്ങളുടെ ഒരു ശരാശരി മാർക്ക് നിങ്ങൾക്ക് പെർസെൻറ്റേജ് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പെർസെൻറ്റേജ് കാണുന്ന വീഡിയോസിനെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, 80% ഇവിടെ കൊടുക്കാമെന്ന് വിചാരിക്കുക എക്സാമ്പിൾ. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം സർട്ടിഫിക്കറ്റ് നമ്മൾ PDF ഫോർമാറ്റിലൂടെ അപ്ലോഡ് ചെയ്യണം SSLCയുടെ. ഓക്കെ, അത് 200 KB കൂടാൻ പാടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഒരു PDF എടുക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം കേട്ടോ. നിങ്ങളുടെ കറക്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതെന്നാണോ ഇവിടെ അപ്ലോഡ് ആയത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ വ്യൂ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഇതിനത് മാറ്റം വരുത്തണമെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും എന്ത് ചെയ്യാം, ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ കൊടുക്കുക നമ്മൾ. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുക്കാം. 12th ലെവൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുക്കുക കേട്ടോ. +2 എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾ VHSC ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒക്കെ കൊടുക്കാം. CBSE 12th ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. +2 ഇക്വലൻസി ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് അത് കൊടുക്കാം നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, തമിഴ്നാടാണെങ്കിൽ +2, തമിഴാണെങ്കിൽ ലാംഗ്വേജ് ഫസ്റ്റ് സെക്കൻഡ്, അങ്ങനെ അതൊക്കെ ഓപ്ഷൻസ് ഉണ്ടൊക്കെ നോക്കാം നിങ്ങൾ കേട്ടോ. ഓക്കെ, കോഴ്സ് ടൈപ്പ് റെഗുലർ, സബ്ജക്റ്റ് ഏതാണ് നിങ്ങൾ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് ഏതായിരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇഷ്യൂവിന് അതോറിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക. നമ്മൾ ഇയർ, പാസ് ഔട്ട് ഇയർ നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, പെർസെൻറ്റേജ് നമ്മളിവിടെ കൊടുക്കണം. ദെൻ നമ്മൾ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ബ്രൗസ് എന്നുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അതും ഇവിടെ ആഡ് ആയിട്ടുണ്ട്, ഇവിടെ കാണാം. ഓക്കെ, നമ്മുടെ PSCയിൽ നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ. ഇനി ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ എന്ന് കൊടുക്കാം. അടുത്തത് നിങ്ങൾ കൊടുക്കാം. ഓക്കെ, ഡിഗ്രീൻ്റെ കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ലെവൽ എന്നുള്ള സെലക്ട് ചെയ്യാം. ഇതിലേതാണ് നിങ്ങൾ പഠിച്ചിരിച്ചാൽ നിങ്ങൾക്ക് അത് കൊടുക്കാം.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ബി ആണോ BSc ആണോ അതനുസരിച്ച് നിങ്ങളനുസരിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് BSc സെലക്ട് ചെയ്യാം. കോഴ്സ് ടൈപ്പ് റെഗുലർ, സബ്ജക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇഷ്യൂയിങ് അതോറിറ്റി ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയൊക്കെ ഇതിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല യൂണിവേഴ്സിറ്റി ഔട്ട്സൈഡ് കേരള എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാം, പാസ് ഔട്ട് ഇയർ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം പെർസെൻറ്റേജ് മാർക്ക് കൂടെ കൊടുക്കാം, ബ്രൗസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മളിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഗ്രാജുവേഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കൊടുക്കുന്നത് ഞാൻ ഡിപ്ലോമയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഡിപ്ലോമ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഡിപ്ലോമ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇതിലേതാണ് നമ്മൾ കഴിഞ്ഞെന്നുള്ളവിടെ കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ HDC എന്നുള്ളതാണ് കൊടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കൊടുക്കണം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. റെഗുലർ എന്ന് കൊടുക്കുന്നു, കോർപ്പറേഷൻ എന്ന് കൊടുക്കുന്നു, സബ്ജക്റ്റ്, ദെൻ കൺസേൺഡ് ബോർഡ് ഓഫ് അതോറിറ്റി എന്ന് കൊടുക്കുന്നു, രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്നു, പാസ് ഔട്ട് ഇയർ ഇവിടെ സെലക്ട് ചെയ്യുന്നു 2023, ദെൻ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് അതിൻ്റെ മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ ഒക്കെ അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്തു. ഇനി നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് സ്കിപ്പ് ചെയ്യാം. അടുത്ത ജനറൽ സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏജിനെ കണക്കാക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മുടെ SSLC ബുക്ക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്താൽ അപ്ലോഡ് കൊടുക്കുക. ഓക്കെ, കൊടുന്ന് ഡാറ്റ വ്യൂ ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നമ്മുടെ പ്രൊഫൈല് നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്കിവിടെ കാണാം പ്രൊഫൈൽ എൻട്രി എന്നുള്ളതിൻ്റെ താഴെ നിങ്ങൾക്കിവിടെ കാണാം പ്രൊഫൈൽ പ്രിവ്യൂ എന്നുള്ള അതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ സൈനൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതെല്ലാം ഓക്കെ ആണോ നോക്കുക. ഓക്കെ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പ്രൊഫൈൽ എൻട്രിയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനി അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിലവിലിവിടെ വന്നിരിക്കുന്ന വാക്കൻസികൾ കാണാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ജൂനിയർ ക്ലർക്ക്, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, അതുപോലെ സെക്രട്ടറി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിന് ഞാനിവിടെ ചെക്ക് എലിജിബിലിറ്റി എന്നുള്ള നമ്മൾ PSCയിൽ നോക്കുന്നത് പോലെ ചെക്ക് എലിജിബിലിറ്റി നോക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഇപ്പം ആ ഒരു ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കൊടുത്തും കൊണ്ട് ഞാൻ ഇതിലേക്ക് എലിജിബിൾ ആണ്, എൻ്റെ ക്വാളിഫിക്കേഷൻ ഓക്കെ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഇന്നെലിജിബിൾ എന്നാണ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം നമുക്ക് BSc ഡിഗ്രി ഉണ്ട്, അതുപോലെ ഈ പറയുന്ന ആ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ നമ്മൾക്ക് HDC കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി അപ്ലൈ വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ബാങ്കിലേക്കാണ്, അതായത് ഒരു ഇപ്പോൾ കുടുംബശ്രീ കോപ്പറേറ്റീവ് ബാങ്കിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുക, ഫസ്റ്റത്തെ ഒന്നാമത്തെ ബാങ്കിലേക്കാണ് ഇരിക്കുക. അപ്പോൾ അതാണെങ്കിൽ നമുക്കിപ്പോൾ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആഡ് ആയി, സെലക്ട് ആയി. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 150 രൂപ കൊടുക്കണം. ഇനി നിങ്ങൾക്ക് എത്ര ബാങ്കിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് എന്നുള്ള ബട്ടൺ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ 50 രൂപ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, SCSTക്ക് ആണെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റിൽ കൊടുക്കുന്നതിന് 50 തന്നെയാണ് കൊടുക്കേണ്ടത്, വീണ്ടും 50 കൂട്ടിയാൽ മതി. മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ 150 രൂപ ചാർജ് വരും. ബാക്കിയുള്ള നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ബാങ്കിനൊക്കെ നമുക്ക് +50 വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ പോകാം. എത്ര എണ്ണത്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര എണ്ണത്തിലേക്കും ഇത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു അപ്ലൈ. ഞാൻ ഇപ്പോൾ 2 എണ്ണത്തിലും കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, പ്രൊസീഡ് ടു അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വാക്കൻസി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ നോക്കട്ടോ, ജനറലാണോ SCSTക്കൊക്കെ വാക്കൻസിൻ്റെ അനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കാണാം ടോട്ടൽ ഞാൻ 1 2 3 4 6 എണ്ണം 6 ബാങ്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 400 രൂപയാണ് എനിക്ക് ഫീ വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബാങ്കിൽ ഒന്നാമത്തെ ബാങ്കിലേക്ക് 150 രൂപ വാങ്ങും. ബാക്കിയുള്ളതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 1 2 3 4 5 അല്ലേ. അപ്പോൾ 250 രൂപ അത് വരും. ഓക്കെ, 250 150 400 രൂപയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് കുറച്ച് ഡിക്ലറേഷൻ ഉണ്ട്. നമ്മളെന്താണ് ക്വാളിഫൈഡ് ആണോ എന്നുള്ളതാണ് യെസ് എന്ന് കൊടുക്കുക. എന്നാൽ അവിടെ പ്രൊസീഡ് ടു പേ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏതെങ്കിലും ബാങ്കിൻ്റെ ATM കാർഡ് അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല, ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അപേക്ഷ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അതല്ലാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ ഇവിടെ കാണിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ചെക്ക് എലിജിബിലിറ്റി നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ എലിജിബിൾ അല്ല, ഇന്നെലിജിബിൾ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റീസൺ ഫോർ ഇന്നെലിജിബിലിറ്റി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ട്, പക്ഷേ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലുള്ള സർട്ടിഫിക്കറ്റ് ഇല്ല, അതുപോലെ എക്സ്പീരിയൻസും ഇല്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ വെച്ചാൽ അപ്ലൈ വിത്ത് ഇക്വലൻസി എന്നുള്ള വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏതാ വെച്ചാൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. ഒരു ഓപ്ഷൻ അങ്ങനെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഹോൾ ടിക്കറ്റ്, ആൻസർ കീ, ഷോർട്ട് ലിസ്റ്റ് എല്ലാം ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണെങ്കിൽ കേട്ടോ. താങ്ക്